നമസ്കാരം. നമ്മൾ കുവൈറ്റിലെ സാൽമയിലാണ്. ഇന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോയിൽ തീരെ പ്രത്യക്ഷപ്പെടാത്ത രണ്ട് അതിഥികൾ കൂടെ ഉണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഇവിടെ സാൽമയിൽ ബീച്ച് സൈഡിലേക്കാണ് കേട്ടോ. ഇവിടെ നമ്മുടെ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ സാൽമി ബീച്ച് സൈഡിലെത്താം. ഇത് കണ്ടോ, ഇവിടെ കുവൈറ്റിൽ റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ താമസിച്ചിരുന്ന ഒരു സ്ട്രീറ്റ് ആയിരുന്നു ഇതിനു മുമ്പേ. ഇപ്പോൾ ഇവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. തൊട്ടപ്പുറത്ത് ഒത്തിരി നല്ല ഹൈ ലെവലുള്ള ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതാ ഈ ഒരു റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ബീച്ച് സൈഡാണ്. അവിടെ എന്താ പറയുക, യോട്ടുകൾ അതുപോലെ തന്നെ ഹൈ ക്രൂയിസ് ഷിപ്പുകളൊക്കെ ഇവിടുന്ന് ട്രിപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പുറത്തും റോഡുണ്ട് കേട്ടോ, അപ്പുറത്ത് റോഡുണ്ട്, അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ സാൽമയിലെ ബീച്ച് സൈഡിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ യാച്ച് ക്ലബ്ബ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സമയം 5:30 മണിയാണ്. സൺസെറ്റ് ഏകദേശം അവറായി. ഇതുകൊണ്ടോ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഷിപ്പുകൾ, ഉല്ലാസ നൗകകൾ കേട്ടോ. ഇതെല്ലാം അടിപൊളി ലക്ഷറീസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇവിടുന്ന് ഒരുപാട് ട്രാവൽസ് ട്രിപ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് തൊട്ടടുത്തുള്ള കുബാർ ഈസ്ലാൻഡ് അതുപോലെ ഫൈലക്ക ഈസ്ലാൻഡിലേക്കൊക്കെ നമുക്കിത് റെൻറ്റിനെടുത്ത്, പ്രൈവറ്റായിട്ട് റെൻറ്റിനെടുത്ത് പോകാനും പറ്റും. അതുകൊണ്ട് നമ്മൾ പാക്കേജസ് ആയിട്ട് എടുക്കുന്ന കമ്പനികളിൽ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ഈ ലക്ഷറി ബോട്ടിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഫിഷിങ്ങിന് വേണ്ടി മാത്രമുള്ള പ്രത്യേക ട്രിപ്പും കാര്യങ്ങളൊക്കെ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒരു ബോട്ട് ഇവിടെ ട്രിപ്പിന് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള ട്രിപ്പാണോ അതോ ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാനായിട്ട് സാധിക്കുമെന്നറിയില്ല. ഇതാണ് ഇവിടുത്തെ ബുക്കിങ്ങിൻ്റെ ഓഫീസ് കേട്ടോ, സിൽസാൻ. കേട്ടോ, അടുത്തേക്ക് വാ, അടുത്തേക്ക് വാ. എന്തിന്? ഒന്നും ചെയ്യില്ല. ഞങ്ങളിത് അവിടെ ആ ഒരു ബോട്ടിൽ അവിടെ ഓഫീസിൽ ഞങ്ങൾ ചോദിച്ചു. അത് ഒരു ഗ്രൂപ്പ് ട്രിപ്പാണ് കേട്ടോ. അവർ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ട്രിപ്പാണ്. ഇന്നിപ്പോൾ വീക്കെൻഡ് ഇവിടെ എന്താ പറയുക, നാളെ ഫ്രൈഡേ ആണല്ലോ. അപ്പോൾ മിക്ക ഓഫീസുകളും കാര്യങ്ങളൊക്കെ ലീവാണ്. അപ്പോൾ ഇന്ന് അവർ പോയിട്ട് ഏതെങ്കിലും ഐലൻഡിൽ, അതായത് കുബാറോ അല്ലെങ്കിൽ ഫൈലൊക്കെ അങ്ങനെയുള്ള ദ്വീപുകളിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം തിരിച്ചു വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു മിഡ്നൈറ്റ് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ നോമ്പായത് കാരണം ഇഫ്താറൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന രീതിയിലുള്ളൊരു ട്രിപ്പായിരിക്കും. അവിടെ ഒത്തിരി പേര് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. വലിയൊരു ബിൽഡിങ് അവിടെ കാണുന്നുണ്ട്. കുറച്ച് അടിപൊളിയായിട്ടുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ബോട്ടുകൾ കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടെ നമ്മൾ ഈ കാണുന്ന ബോട്ടുകൾ നേരെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് വണ്ടിയിൽ കയറ്റി അവിടുന്ന് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രത്യേക ഒരു യാർഡ്. ഒരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ എന്നൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇവിടെ അടുത്ത് എങ്ങാണ്ട് വന്നൊരു സ്ഥാപനമാണ് തോന്നുന്നുണ്ട്. തൊട്ടപ്പുറത്ത് എമർജൻസി എന്താ പറയുക, ഹെലികോപ്റ്റർ ആംബുലൻസ് കാണുന്നുണ്ട്. ഇവിടെ 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 ഞങ്ങൾ ആ ഹെലികോപ്റ്റർ കണ്ട ആ ഒരു സംഭവമല്ലോ, അത് സോംബി എന്നാണ് അവർ പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ ഇവരെ ഒരു കാർ കാണുന്നുണ്ടോ? അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കളിക്കാനോ എന്തൊക്കെയോ അതിനെപ്പറ്റി പഠിക്കാനൊക്കെ ഉള്ള ഒരു പാർക്ക് പോലെയുള്ളൊരു സംഭവമാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറാനായിട്ട് സാധിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ അത് ഓപ്പൺ അല്ല, ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. നേരത്തെ അവിടെ നിന്ന് കണ്ടിട്ടുള്ള ബോട്ടുകളുടെ ഗ്യാരേജ്, അതാണ് ഈ കാണുന്നത്. ആ ഒരു സെക്ഷനാണ്. അവിടെ നിന്ന് ഒരു ബോട്ട് കയറ്റുന്നൊരു രംഗം കാണുന്നുണ്ട്. പക്ഷെ അത് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതുകൊണ്ടോ അവർ എടുത്തിട്ട് വരുന്നുണ്ടോ? എന്നാലും നമ്മൾ ആ ബീച്ച് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇനി നേരെ നമ്മൾ പോകുന്ന ഇവിടുന്ന് മെറീന മോള് കാണാനായിട്ടാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് മൊത്തം ഈ ബീച്ച് സൈഡിലേക്ക് മെറീന ബീച്ച് സൈഡ്, മെറീന ബീച്ച്, മെറീന മോൾ, ഇതിനെല്ലാം ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. എന്തുവാ
എന്താ സാത്തിൻ്റെ എന്ത്? ഓക്കെ കമോൺ, മതി മതി, പോര് പോര്. ഇവിടെ സൈഡിൽ കണ്ടോ നമ്മുടെ നാട്ടിലെ ആ ഒരു പുല്ല്, എന്താ പുല്ലിന് പറയാമെന്ന് എനിക്കറിയില്ല. അത് മോള് കണ്ടപ്പോൾ പറിക്കാനായിട്ട് ഇവിടെ നിർത്തിയതാണ്. ഇത് കണ്ടോ ഈ സാധനം, ഷാബ് സ്ലിപ്പ് വേ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗ്യാരേജിലേക്കുള്ള എൻട്രി കേട്ടോ. നമ്മൾ ബീച്ച് സൈഡിൽ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് നടന്ന് മുന്നോട്ട് എത്തി. ആ ഒരു മെറീന മോളിൻ്റെ ഒരു എൻഡ് ഇവിടെ ഈ ഒരു ബീച്ച് സൈഡിലായിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം അടുത്തെത്തി. അതിൻ്റെ അപ്പുറത്ത് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ്. അതിനകത്തൂടെ കംപ്ലീറ്റ് നമുക്ക് പർച്ചേസിങ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് അവിടെ കണ്ടോ വലിയൊരു ബിൽഡിങ് അവിടെ കണ്ടോ, നമ്മുടെ നാട്ടിലെ ഒരു പോലത്തെ ഒരു സംഭവമുണ്ട്. സംഭവം ദൂരെ നോക്കിയപ്പോൾ മരത്തിൻ്റെ ആണെന്ന് വിചാരിച്ചു. പക്ഷെ അത് മരമല്ല, ഇരുമ്പും ഫൈബറും ആണെന്ന് തോന്നുന്നുണ്ട്. ഇരുമ്പോ അല്ലെങ്കിൽ ഫൈബറോ അങ്ങനെ എന്തോ ആണ്. തൊട്ടപ്പുറത്ത് കണ്ടോ വലിയൊരു കൂറ്റൻ ബിൽഡിങ്. എന്തുവാ എന്തുപറ്റി? ടയേർഡ്. വൈ ടയേർഡ്? ടൈം 6 മണി കഴിഞ്ഞു കേട്ടോ. ഇവിടെ റമദാൻ ആയതുകൊണ്ട് തന്നെ ഇഫ്താറിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ്. കുവൈറ്റ് സിറ്റി ആണോ ആ കാണുന്നത്. ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിംഗ് ആയിട്ടുള്ള അമ്ര ടവർ, അപ്പുറത്ത് കുവൈറ്റ് ടവർ ഉണ്ട്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെയുള്ള ഒരു ബോട്ടിൻ്റെ സ്റ്റേഷൻസാണ്. അവിടെ നമ്മളുണ്ടോ മറീന ഹോട്ടൽ കുവൈറ്റ്, വലിയൊരു ഹോട്ടലാണ് ഇവിടുത്തെ. ഇതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ മറീന മോളിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ, ബീച്ച് സൈഡിൽ നിന്നുള്ള സ്റ്റാർട്ടിങ്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് നേരെ തന്നെ അങ്ങോട്ട് കയറാനായിട്ട് പോവാണ്. പുറത്ത് ഷൂട്ട് ചെയ്യാനൊന്നുമില്ല. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടാവും. നല്ല അങ്ങനെ നമ്മൾ മെറീന മാളിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് പോവാണ് കേട്ടോ. ബീച്ച് സൈഡിൽ നിന്നുള്ള എൻട്രൻസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ അകത്തേക്ക് കയറി കേട്ടോ. കയറി വരുന്ന സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ കംപ്ലീറ്റ് കഫേകളായിരുന്നു. ഇഫ്താറിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഒത്തിരി ഫാമിലീസും കാര്യങ്ങളൊക്കെ അവിടെ നിന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുക്കാഞ്ഞത്. അതൊക്കെ പോകണ്ടോ ഇനി? അവിടെ സ്റ്റെപ്പ് ഓക്കെ. കണ്ടോ കുഴപ്പമില്ല. ഇവിടെ ഈ ഒരു സമയത്തുകൊണ്ടാണ് ഒത്തിരി തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്തേക്ക് കയറാൻ പറ്റുമെന്നറിയില്ല. എനിക്ക് തോന്നുന്നു അവിടെ ക്ലോസ് ചെയ്യാറുണ്ട് സാധാരണ. നമുക്ക് അവിടെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂടെ തന്നെ നേരെ പോയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഇതുണ്ടോ ബീച്ച് സൈഡിലുള്ള 25th നമ്പർ റോഡാണ് കേട്ടോ കാണുന്നത്, ഹൈവേ. ഇന്നലെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അകത്തേക്ക് കടന്നു. കമാൻ. ഇനി നമുക്ക് ഇതിനകത്തുകൂടി കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോയിട്ട് പുറത്ത് കിടക്കാം. അതിനപ്പുറത്താണ് നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ വരുന്നത് കേട്ടോ. ഡെക്കാത്തലോൻ്റെ ഒരു അടിപൊളി ഷോറൂം നടന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഞാനിത് ഇപ്പോൾ ആദ്യമായിട്ട് കാണാം. പക്ഷെ അവിടെ നമ്മൾ കയറുന്നില്ല, ഈ സമയത്ത് ആരുമില്ല. പെർഫ്യൂം, വാവ്, ബോഗി മിലാനോ.
അതുപോലത്തെ ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള കടകളാണ് ഇവിടെ കംപ്ലീറ്റ്. എന്തോ എനിക്കൊന്നും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ളൊരു ധൈര്യം ഇതുവരെ വന്നിട്ടില്ല. വാവ്, നമ്മളങ്ങനെ മെറീന മാൾ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇഷ്ടമായോ? ഇത് കണ്ടോ നീ? ഓട്ടോ കണ്ടോ? ഓട്ടോ അവിടെ അങ്ങോട്ട് പോക്ക്. ഓട്ടോ കണ്ടോ? അത് നോക്ക്. അങ്ങോട്ട് പോ. നമ്മുടെ നാട്ടിലെ ഒരു ഓട്ടോറിക്ഷ. ഇതെന്താണ് സംഭവം? മാഡോ. ഇത് അത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കും. പെർഫ്യൂമിൻ്റെ ഷോപ്പുകൾ ഇഷ്ടം പോലെയുണ്ട്. പെരുന്നാളിന് ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. ഹായ്. വാവ്. How much that? 15 KD. Wow, nice. Daddy. Where is Daddy? Who is Daddy? Where is Daddy? This one Daddy? Come on. Wow. Ahmad Yusuf Babahani. ഞങ്ങളെന്തായാലും കുറച്ച് ദൂരം അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. ഒത്തിരി പെർഫ്യൂമിൻ്റെ ആളുകളൊക്കെ നമ്മളെ അപ്രോച്ച് ചെയ്തു, പക്ഷേ ഞങ്ങൾ മേടിച്ചില്ല. മദർ കെയർ പാർട്ടിയിങ്. കുഞ്ഞേ വാ, ഇങ്ങോട്ട് വാ. അപ്പോൾ നേരം നമ്മൾ മെറീന മോളിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോകട്ടോ. അമേരിക്കൻ ഈഗിൾ. ഇവിടെയൊക്കെ ഒത്തിരി ഓഫർ ഉണ്ടാകാറുണ്ട് കേട്ടോ. അമേരിക്കൻ ഈഗിളിനാണ് എൻ്റെ ഗ്ലാസ് അല്ലേ? ഇതല്ല, ഇതിന് മുമ്പുണ്ടായിരുന്നു. ഇതാണോ? ഇതിന് മുമ്പുണ്ടായിരുന്നു. നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവാണ്. ഇതാണ് ഈ മെറീന മോളിൻ്റെ ശരിക്കുള്ള എൻട്രി കേട്ടോ. അങ്ങനെ നമ്മൾ മെറീന മോളിൽ നിന്ന് പുറത്തിറങ്ങി. ഏകദേശം ഇവിടെ 7 മണിയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴും പുറത്ത് ആളുകളൊക്കെ കുറവാണ്. ഇതായി കാണുന്നതാണ് അൽസലാം മാള്. അതിനകത്താണല്ലോ ലുലു ഹൈപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ. നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എന്തായാലും ഇപ്പോൾ കയറുന്നില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഓൾഡ് സൂക്കിലേക്കാണ് കേട്ടോ. ഓൾഡ് സൂക്ക് സാൽമിയ. അങ്ങനെ നമ്മൾ സൂക്ക് സാൽമിയക്ക് അകത്തേക്ക് കയറാം കേട്ടോ. ഈ ഒരു എൻഡ് മുതൽ ഇവിടുന്ന് ഏകദേശം ഒരു 1.25 കിലോമീറ്ററോളം 2 സൈഡിലായിട്ട് നമുക്ക് എന്താ പറയുക പർച്ചേസ് ചെയ്യാനുള്ള ഷോപ്പുകൾ കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇവിടെ സാൽമിയയിൽ ഏറ്റവും പഴയതായിട്ടുള്ള ഒരു പർച്ചേസിങ് ഏരിയ കേട്ടോ. ഈ ഒരു ബിൽഡിംഗ് ഇതൊക്കെ ഇവിടുത്തെ പഴയ സംഭവങ്ങളായിരുന്നു. ഇതിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ ഇതാ പുതുക്കി പണിഞ്ഞിരിക്കുന്നു. വലിയൊരു ബിൽഡിംഗ് കണ്ടോ. ഇതിൻ്റെ അപ്പുറം സൈഡിലാണ് നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് കണ്ടത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ കുറച്ച് ആളുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക ഫിലിപ്പീൻസാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇന്ത്യക്കാരെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ചൊരു പേരിന് കാണാനായിട്ട് പറ്റും. എന്താണ് ചിപ്സും ജ്യൂസും? ബിരിയാണി വേണ്ട?
ഇവിടെ ഉണ്ടോ ഇഷ്ടം പോലെ ആളുകളൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഒത്തിരി കടകളാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിനിടയ്ക്ക് കൊച്ചിനെ വിശക്കുന്നെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി കഴിക്കേണ്ടി വരും. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ. ഫുഡ് കോർട്ടുകൾ, കടകൾ, നമ്മുടെ ആ ഒരു റേഞ്ചിന് പറ്റുന്ന ആ ഒരു സൈസിലുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് കൂടുതൽ നമുക്ക് നമ്മുടെ ആ ഒരു ബഡ്ജറ്റിന് പറ്റിയ സംഭവങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. പിന്നെ പോവാം, ബിരിയാണി കഴിക്കാൻ പോവാം. സമൂസ ഞങ്ങൾ അവസാനം ഇവിടെ ഒരു മലയാളി ഹോട്ടലിൽ ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയ ബീഫ് ബിരിയാണി ഇവിടെ. അതെ, എപ്പോഴെങ്കിലും കൊണ്ടുവരുള്ളൂ. അവിടത്തേക്ക് മോള് പിണങ്ങി, അവള് ബനാന ചിപ്സ് വേണമെന്നാണ് പറയുന്നത്. ഇന്നലെ ഞങ്ങളൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, ബീഫ് ബിരിയാണി. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കുന്നില്ല, വെള്ളത്തിനാണ് ദാഹം. അപ്പോൾ വെള്ളത്തിനുള്ള ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ബിരിയാണി കുറച്ച് തരണേ. ഗ്രീൻ സലാഡ് ഉണ്ടാവും. ഒലീവിൻ്റെ ഒരു മരം നിൽക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, അതിനിടയ്ക്ക് കൊച്ചിൻ്റെ പിണക്കൊക്കെ മാറി വെള്ളത്തിൽ കളിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഒരു അടിപൊളി നമ്മുടെ നാട്ടിലെ ഒരു ഓട്ടോറിക്ഷ ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചായക്കടയുണ്ട് ഇവിടെ. സാൽമിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളൊരു കടയാണ്. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് വരാം. ഇതാണ് ഫൗണ്ടെയിൻ, വാട്ടർ ഫൗണ്ടെയിൻ. അത് താഴേന്ന് വെള്ളത്തിന് പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ മേളിലേക്ക് വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് സൂക്ക് സാൽമിയിൽ തന്നെ കേട്ടോ. ഇതിനകത്ത് കൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ട് വേണം നമുക്ക് ആ ചായക്കടയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ പിണക്കം മാറിയോ? പിണക്കം മാറിയോ? നമ്മൾ ഇങ്ങോട്ടാ വേണ്ട, ഇങ്ങോട്ട് ഇങ്ങോട്ട്. തൊപ്പിട്ടോളി. എന്താണ് നമ്മളെ ചായ, ഇതിനെന്താ പറയുക ശരിക്ക്? എന്താണ് സവാവർ? സമാവർ. ആ, ഇതാണ്ടോ നേരത്തെ നമ്മൾ പറഞ്ഞ ഓട്ടോറിക്ഷ തക്കാര അല്ലേ? ചിപ്സ് ഐസ്ക്രീം വേണ്ട, ഐസ്ക്രീം വേണ്ട. ഇഷ്ടംപോലെ ആളുകൾ പോകും. അങ്ങനെ ഞങ്ങൾ തിരിച്ചിവിടെ വീട്ടിൽ തന്നെ എത്തി കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ ആ തക്കാര ചായക്കടയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടിയിട്ടില്ല. ആ ഇഫ്താർ കഴിഞ്ഞ ഒരു സമയം കാരണം നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതൊന്നും നമ്മൾക്ക് കിട്ടിയില്ല അല്ലേ.
ഞാൻ ടയേർഡായി. അടിച്ചോ. അതിന് പിന്നെ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്താണ് ഫ്രൈഡ് ചിക്കൻ റാപ്പ് ഷവർമ അല്ലേ, അതുപോലെ പപ്സ് കിട്ടി, ചിക്കൻ മിക്സ് വെജിറ്റബിൾ പപ്സ്, ചിപ്സ് ഫ്രൈഡ് ചിപ്സ്, പിന്നെന്താണ് ചായ കിട്ടി. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കിട്ടി. ഇവിടെ നമ്മൾ 1-2 സ്റ്റാഫിനെയൊക്കെ പരിചയപ്പെട്ടു. നേരെ തിരിച്ചു വന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് കറങ്ങി, സൂക്കിലൊക്കെ ഒന്ന് കറങ്ങി, 1-2 ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചു. അവസാനം എന്താ വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞങ്ങൾ കണ്ട സാൽമിയ സിറ്റിയിലെ കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ. ബൈ. ആരെങ്കിലും ബൈ പറയാനുണ്ടോ? ബൈ ബൈ. എന്തെങ്കിലും പറയാനുണ്ടോ? നത്തിങ്. പിന്നെ ബൈ പറയും. ഷോ കഴിച്ചോ അപ്പോഴത്തേക്കും.